മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മുതലായവ. നമുക്കറിയാം, ഇന്ന് പലരും പറയാറുള്ളത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി ഓടുന്നു എന്നാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, നമുക്ക് ഈ ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ചില രാജ്യങ്ങളിലെങ്കിലും ഈ പറഞ്ഞ ബേസിക് നീഡ്സിനെ കുറിച്ച് ഒരിക്കൽ പോലും ആശങ്കാകുലനായിട്ടല്ലാതെ ജീവിക്കാൻ കഴിയുന്ന കുറച്ച് പൗരന്മാരെങ്കിലുമുള്ള രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങളെ പലപ്പോഴും വെൽഫെയർ സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കാറുള്ളത്. സ്വീഡനും അയർലൻഡും ഒരു പരിധി വരെ ഗൾഫ് രാജ്യങ്ങളും ഒക്കെയും ഈ ഗണത്തിൽപ്പെട്ടതാണ്. നമ്മുടെ രാജ്യവും ആ ഒരു മേഖലയിലേക്ക് ഉള്ള കുതിപ്പിലേക്കാണ് എന്നാണ് പലപ്പോഴും നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ പറയാറുള്ളത്. നമുക്ക് ഒന്ന് കണക്കുകളിലേക്ക് പോയി നോക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതിയുടെ അളവുകൾ പലപ്പോഴും അളക്കാറ് പെർ ക്യാപിറ്റ ഇൻകത്തിലാണ്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 947 എങ്കിൽ ഏകദേശം ആ സമയത്തൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് അയർലൻഡും സിംഗപ്പൂരും. കണക്കുകൾ കൊണ്ടൊന്ന് നമുക്ക് തട്ടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഇൻകം എന്നാൽ ആളോഹരി പ്രതിശീർഷ വരുമാനം എന്ന് പറയും. ഒരു വർഷത്തിൽ ഏകദേശം ആവറേജ് ഒരു മനുഷ്യനുണ്ടാക്കുന്ന വരുമാനം അത് 2.25 ലക്ഷത്തിനോടടുത്ത് മാത്രമാണ് നിൽക്കുന്നത് എങ്കിൽ ഏറ്റവും വലിയ കൊടും ക്ഷാമം നേരിട്ടിരുന്ന അയർലാൻഡ് 45 കാലഘട്ടത്തിൽ അവിടെ കുറെ അധികം ആളുകൾ മരിച്ചു വീണിരുന്നുവെങ്കിൽ, അതായത് ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ മരിച്ചു വീണിരുന്നുവെങ്കിൽ, ഇന്ന് അയർലാൻഡിൽ പ്രതിശീർഷ വരുമാനം 1,10,00,000-അടുത്താണ് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഇൻകം. അതേ സമയത്ത് ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? അത് 2.25 ലക്ഷമാണ്. 1965 മാത്രം സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള സിംഗപ്പൂരിന്റെ പ്രതിശീർഷ വരുമാനം എത്രയാണ്? അന്ന് സമാനമായ സാഹചര്യം ആയിരുന്നു ഇന്ത്യയും അതേപോലെ തന്നെ ഈ സിംഗപ്പൂരും ഉണ്ടായിരുന്നത് എങ്കിൽ, അതായത് 65 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യം ലഭിക്കുന്ന രാജ്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ 60 ലക്ഷം രൂപയെങ്കിലും പ്രതിശീർഷ വരുമാനം ഉള്ള ഒരു രാജ്യമായിട്ട് സിംഗപ്പൂർ മാറിയിരിക്കുന്നു നമുക്ക് കാണാം. എന്തുകൊണ്ട് ഇന്ത്യക്ക് നമുക്ക് ഈ ഒരു നിലവാരത്തിലേക്ക് ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല? പലപ്പോഴും അതിന് കാരണമായി പറയുന്നത് ഇന്ത്യയുടെ ബൃഹത്തായ വലുപ്പമാണ്, വലിയ രാജ്യമാണ് എന്നതാണ്. പക്ഷെ ഇത് പ്രതിശീർഷമാണ് കേട്ടോ. നോക്കുക, ടോട്ടൽ ലിംഗത്തെ ഡിവൈഡ് ചെയ്യുന്നത് ടോട്ടൽ പോപ്പുലേഷനുമായിട്ടാണ്. ഏകദേശം ഒരേപോലെ വരണം. എന്നാൽ കൂടെയും ഇന്ത്യക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മനുഷ്യരുടെ ജീവിതത്തെ നിലവാരത്തെ നമുക്ക് ഉയർത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കുന്നു. അതിന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഫെഡറലിസം എന്നതാണ്. നമുക്ക് ഓരോ സംസ്ഥാനത്തിനും പല ഏരിയകളിലും അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് വികസിച്ചു കൊണ്ടുവരാൻ തനതായ പദ്ധതികൾ ഇറക്കിക്കൊണ്ട് വികസനം നേടിയെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഫെഡറലിസം എന്ന നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പിന്, മനുഷ്യ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനുള്ള ഒരു സൊല്യൂഷന് പോലും പാരവെക്കുന്നതായിട്ടാണ്.
പലപ്പോഴായിട്ട് പല ഉരുവായി ഫെഡറലിസത്തിൻ്റെ നേരെ കത്തിവെക്കുന്നതായി നമ്മൾ കാണുന്നു. ഓരോന്നോരോന്നായി ലിസ്റ്റിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ അതിന് സമാനമായ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് ഫെഡറലിസത്തിൻ്റെ മേലെ കൈവെക്കുന്നതായിട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഈ രാജ്യത്തിന് പുരോഗതിയിലേക്ക് ഉയർന്നു വരാൻ നമുക്ക് ഈ ഫെഡറലിസം എന്ന നമ്മുടെ ഭരണഘടനാപരമായ അവകാശം നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് നമ്മുടെ പൗരന്മാർ എന്ന നിലക്ക് തന്നെ നമുക്ക് ആവശ്യമായി വരും. എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ കേവലം ഇങ്ങനെ മനുഷ്യർക്ക് അപ്പുറത്തേക്ക് അധികാര പരിധിക്ക് മേൽ മാത്രം നോക്കുന്നു എന്നതുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ പൗരന്മാർ അനുഭവിക്കേണ്ടി വരുന്നു എന്നത് നമുക്കറിയാം. കാശ്മീരിലേക്ക് നോക്കിയാൽ, കാശ്മീർ പ്രശ്നത്തിലേക്ക് നോക്കിയ സമയത്തും ആ മണ്ണാർക്ക് എന്നതിൻ്റെ അവകാശ പ്രശ്നം മാത്രമായിട്ട് അതിനെ ചുരുക്കി കാണുന്ന ഒരു ഘട്ടമുണ്ടായി. അവിടെയുള്ള മനുഷ്യരെങ്ങോട്ട് എന്നതായിരുന്നില്ല ഭരണകൂടത്തിൻ്റെ ആലോചന, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ അധികാരികളുടെ ആലോചന എന്ന് നമുക്ക് കാണാം. അത് മാറി മനുഷ്യൻ എന്ന ആ ഒരു ഫോക്കസ് പോയിന്റ് മാറിയിട്ട് കേവലം അതിൻ്റെ കുറച്ച് ബൗണ്ടറീസിൻ്റെ മേൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് മേൽ മാത്രം അവകാശങ്ങൾ ഉന്നയിക്കുന്ന ഒരു തരത്തിലേക്ക് ആ സമയത്ത് നമ്മുടെ ചർച്ചകൾ വഴിമാറിയത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ പാക് വിഭജന കാലത്ത് ഗാന്ധി കാണിച്ചിരുന്നത് അതായിരുന്നില്ല. മണ്ണാർക്ക് എന്നതിനപ്പുറത്ത് ഗാന്ധി സമരം ചെയ്തിരുന്നത് ഇവിടെ മനുഷ്യർ പരസ്പരം കൊല്ലപ്പെടാതെ നിൽക്കുന്ന ഒരവസ്ഥ വരുന്നത് വരെ എൻ്റെ സമരം ഞാൻ മുറിക്കുകയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും നമുക്ക് കാണാനിടയായി. നമ്മൾ ആ ഒരു രാജ്യത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ രാജ്യത്തേക്ക് നമുക്ക് തിരിച്ചു പോകുന്ന പക്ഷം നമ്മൾ ഈ ഫെഡറലിസം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയും അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടുതൽ ഊർജ്ജസ്വലമായി ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയും ഇൻഷാ അല്ലാഹ് നമ്മളൊരു വലിയ രാജ്യമായി ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം മുതൽ ഉയർന്ന GDP ഗ്രോത്ത് മുതൽ എല്ലാം നമുക്ക് പുനഃസ്ഥാപിക്കാൻ ഇൻഷാ അല്ലാഹ് കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.